എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഓഗസ്റ്റ് 22 നടക്കാൻ പോകുന്ന 10th പ്രിലിംസിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. താഴെ പറയുന്നവയിൽ ഏതാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിൻ്റെ ഭാഗമല്ലാത്തത്? ഓപ്ഷൻ സി ആണ് ആൻസർ. 4 മാത്രം. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ ഡൊമൈനിൽ ചേരണമെന്ന് ഈ നിയമം നിർബന്ധിച്ചു. ഇത് തെറ്റാണ്. ശരിയായവ മൗണ്ട് ബാറ്റൺ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയത്. 1947 ഓഗസ്റ്റ് 15 മുതൽ ഇന്ത്യയെ സ്വതന്ത്രവും പരമാധികാരവുമായ ഒരു രാജ്യമായി പ്രഖ്യാപിച്ച നിയമമാണിത്. ബ്രിട്ടീഷ് രാജാവ് നിയമിക്കേണ്ട ഗവർണർ ജനറലിൻ്റെ ഓഫീസ് ഈ നിയമം സ്ഥാപിച്ചു. 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിൻ്റെ ഭാഗമായതാണ് മൗണ്ട് ബാറ്റൺ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയത്. 1947 ഓഗസ്റ്റ് 15 മുതൽ ഇന്ത്യയെ സ്വതന്ത്രവും പരമാധികാരവുമായ ഒരു രാജ്യമായിട്ട് പ്രഖ്യാപിച്ച നിയമമാണിത്. ബ്രിട്ടീഷ് രാജാവ് നിയമിക്കേണ്ട ഗവർണർ ജനറലിൻ്റെ ഓഫീസ് ഈ നിയമം സ്ഥാപിച്ചു. താഴെ പറയുന്നവരിൽ ആരൊക്കെയായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കൾ? ടി കെ മാധവൻ, കെ പി കേശവമേനോൻ, മന്നത്തു പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, സി വി കുഞ്ഞിരാമൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. മുകളിൽ പറഞ്ഞവരെല്ലാം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട നേതാക്കളാണ് ടി കെ മാധവൻ, കെ പി കേശവമേനോൻ, മന്നത്തു പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, സി വി കുഞ്ഞിരാമൻ. നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1, 2, 4 എന്നിവ ശരിയാണ്. 1920 ഓഗസ്റ്റ് 1 ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. ഹിന്ദുക്കൾക്കിടയിലെ തൊട്ടുകൂടായ്മ നീക്കം ചെയ്യലും ഹിന്ദു മുസ്ലിം ഐക്യം പ്രോത്സാഹിപ്പിക്കലും പരിപാടിയുടെ ഭാഗമായിരുന്നു. ചൗരി ചൗര സംഭവം നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുന്നതിലേക്ക് നയിച്ചു. കേരളത്തിലെ സാമൂഹിക മതനവീകരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? ഓപ്ഷൻ ബി ആണ് തെറ്റ്. 1905 ഡോക്ടർ പൽപ്പുവാണ് സാധുജന പരിപാലന സഭ സ്ഥാപിച്ചത് എന്നത് തെറ്റാണ്. 1903 ശ്രീനാരായണ ഗുരുവിൻ്റെ ആഭിമുഖ്യത്തിൽ SNDP യോഗം രൂപീകരിച്ചു. 1908 യോഗക്ഷേമ സഭ സ്ഥാപിതമായി. 1914 മന്നത്തു പത്മനാഭൻ NSS സ്ഥാപിച്ചു. സാധുജന പരിപാലന സഭ 1907 സ്ഥാപിക്കപ്പെട്ടത്. താഴെ പറയുന്നവയിൽ ഏതാണ് 1857 കലാപത്തിൻ്റെ ഭാഗമായി ഉണ്ടായത്? ഓപ്ഷൻ സി ആണ് ആൻസർ. 1, 2, 3 മാത്രം. ബ്രിട്ടീഷ് പാർലമെൻറ്റ് ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യ ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തു. ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന ഓഫീസ് സൃഷ്ടിക്കപ്പെട്ടു. സാമുദായിക പ്രാതിനിധ്യവും ഡയാർക്കിയും നിലവിൽ വന്നു എന്ന പ്രസ്താവന തെറ്റാണ്. 1857 കലാപത്തിൻ്റെ ഫലമായി ഉണ്ടായത് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയും ഇന്ത്യ ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുക്കുകയും ചെയ്തു. ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന ഓഫീസ് സൃഷ്ടിക്കപ്പെട്ടു. ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ഗരീബി ഹട്ടാവോ അഥവാ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടത്? 5ാം പഞ്ചവത്സര പദ്ധതി. നീതി ആയോഗിൻ്റെ ഘടനയെക്കുറിച്ചുള്ള സത്യമായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1, 3 എന്നിവ ശരിയാണ്. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നീതി ആയോഗിൻ്റെ ചെയർമാനാണ്. നീതി ആയോഗിൻ്റെ ഭരണസമിതിയിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ ഉൾപ്പെടുന്നു. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 24 പ്രകാരം കേരള സർക്കാർ ചില സംഘടനകളെ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ വിവരങ്ങൾ നൽകാൻ അവർ ബാധ്യസ്ഥരാണ്. ആ സാഹചര്യങ്ങൾ ഏതെല്ലാം എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ആൻസർ. 2, 3 എന്നിവ. അഴിമതി, മനുഷ്യാവകാശ ലംഘനങ്ങൾ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായത്? എല്ലാം ശരിയാണ്. 1985 ഭരണഘടനയിൽ ചേർത്തു. 52ാം ഭേദഗതി നിയമം 10ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 73ാം ഭേദഗതി നിയമം നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനം അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ തിരിച്ചറിയുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. നാഗാലാൻഡ്, മിസോറാം, മേഘാലയ എന്നീ സംസ്ഥാനങ്ങളിൽ 73ാം ഭേദഗതി നിയമം നേരിട്ട് ബാധകമല്ല. എന്നാൽ ജമ്മു കാശ്മീരിൽ അത് ബാധകമാണ്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്തത് 1949 നവംബർ 26 അംഗീകരിക്കുകയും 1950 ജനുവരി 26 നടപ്പിലാക്കുകയും ചെയ്തു. ഭരണഘടനാ സംവിധാനത്തിൻ്റെ പരാജയത്തിൻ്റെ പേരിൽ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കുവാനുള്ള വകുപ്പ്
ആർട്ടിക്കിൾ 356 ഭരണഘടനാ സംവിധാനത്തിന്റെ പരാജയത്തിന്റെ പേരിൽ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കുവാനുള്ള വകുപ്പ് ആർട്ടിക്കിൾ 356. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. താഴെ പറയുന്നവയിൽ ഇരുമ്പിന്റെ ധാതുവല്ലാത്ത സംയുക്തം ഏതാണ്? മലച്ചൈറ്റ്. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ് എന്നിവ ഇരുമ്പിന്റെ ധാതുക്കളാണ്. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സമത്വ സമാജം എന്ന സാമുദായിക സംഘടന ആരംഭിച്ച നവോത്ഥാന നായകൻ ആരാണ്? അയ്യ വൈകുണ്ഠസ്വാമികൾ. ബേക്കിംഗ് സോഡയുടെയും വാഷിംഗ് സോഡയുടെയും രാസനാമം യഥാക്രമം സോഡിയം ബൈകാർബണേറ്റും സോഡിയം കാർബണേറ്റും. ബേക്കിംഗ് സോഡ സോഡിയം ബൈകാർബണേറ്റ്, വാഷിംഗ് സോഡ സോഡിയം കാർബണേറ്റ്. ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രതിപ്രവർത്തനം വഴി സൂര്യനിലും നക്ഷത്രങ്ങളിലും രൂപപ്പെടുന്ന ഭീമമായ ഊർജത്തിന്റെ അളവ്. സൂര്യനിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രതിപ്രവർത്തനം വഴി രൂപപ്പെടുന്ന വാതകം ഹീലിയം. ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രതിപ്രവർത്തനം വഴി സൂര്യനിലും നക്ഷത്രങ്ങളിലും രൂപപ്പെടുന്ന ഭീമമായ ഊർജത്തിന്റെ അളവ്. സൂര്യനിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രതിപ്രവർത്തനം വഴി രൂപപ്പെടുന്ന വാതകം ഹീലിയം. 2025 ജനുവരി 29 GSLV F-15 ലോഞ്ചിങ് വെഹിക്കിൾ ഉപയോഗിച്ച് ISRO അതിന്റെ 100ാമത്തെ ദൗത്യം വിക്ഷേപിച്ച ഉപഗ്രഹത്തിന്റെ പേര് NVS-02. 2025 ജനുവരി 29 ISRO 100ാമത്തെ ദൗത്യം വിക്ഷേപിച്ച വാഹനത്തിന്റെ പേര് NVS-02. ലോഞ്ചിങ് വെഹിക്കിൾ GSLV F-15. താഴെ പറയുന്നവയിൽ ഏതാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന്റെ സവിശേഷതയല്ലാത്തത്? ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ ഗതികോർജം പതന വികിരണത്തിന്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ് എന്നത് സവിശേഷതയല്ല. ലോഹപ്രതലത്തിൽ പ്രകാശം എത്തുന്നതും ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഉത്സർജനം സംഭവിക്കുന്നതും തമ്മിൽ സമയ ഇടവേളയില്ല. ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം പതന വികിരണത്തിന്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്. ഓരോ പ്രകാശ സംവേദന പദാർത്ഥത്തിനും ത്രെഷ്ഹോൾഡ് ആവൃത്തി എന്നറിയപ്പെടുന്ന പതന വികിരണത്തിന്റെ ഒരു മിനിമം വിച്ഛേദന ആവൃത്തിയുണ്ട്. ഒരു ചരടിന്റെ അറ്റങ്ങളിലൊന്ന് ആന്തോളനം ചെയ്തുകൊണ്ട് ഒരു സഞ്ചരിക്കുന്ന തരംഗത്തെ അതിലൂടെ അയക്കുന്നു. ആന്തോളനത്തിന്റെ ആവൃത്തി വർദ്ധിക്കുകയാണെങ്കിൽ തരംഗത്തിന്റെ വേഗത മാറ്റമില്ലാതെ തുടരുകയും തരംഗദൈർഘ്യം കുറയുകയും ചെയ്യുന്നു. കേരളത്തിലെ അമ്മമാരിൽ കാണപ്പെടുന്ന പ്രസവാനന്തര വിഷാദം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള സംരംഭം ഏതാണ്? അമ്മ മനസ്സ്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് പ്രാഥമിക കാരണം പുകവലി. താഴെ പറയുന്നവയിൽ ഏതാണ് വൈറസ് മൂലമുണ്ടാകാത്തത്? ഓപ്ഷൻ എ ആണ് ആൻസർ. ട്യൂബർകുലോസിസ്. ഇൻഫ്ലുവൻസ, മീസിൽസ്, ഡെങ്കിപ്പനി എന്നിവ വൈറസ് രോഗങ്ങളാണ്. ത്വക്ക്, അസ്ഥികൾ, ബന്ധിത കലകൾ എന്നിവയ്ക്ക് പ്രധാനമായ ഒരു പ്രോട്ടീനായ കൊളാജന്റെ സമന്വയത്തിന് ആവശ്യമായ വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ സി. ത്വക്ക്, അസ്ഥികൾ, ബന്ധിത കലകൾ എന്നിവയ്ക്ക് പ്രധാനമായ ഒരു പ്രോട്ടീനായ കൊളാജന്റെ സമന്വയത്തിന് ആവശ്യമായ വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ സി. ശ്വസനം, ഹൃദയമിടിപ്പ് തുടങ്ങിയ അടിസ്ഥാന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ്? മെഡുല്ല ഒബ്ലോങ്കേറ്റ. താഴെ പറയുന്നവയിൽ ഏതാണ് ഗ്രീൻ ഹൗസ് പ്രഭാവത്തിന് കാരണമാകുന്ന പ്രധാന വാതകം? ഓപ്ഷൻ സി കാർബൺ ഡയോക്സൈഡ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 142ന്റെ പ്രാഥമിക ലക്ഷ്യം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി ഓൺലി 2. സ്റ്റാറ്റ്യൂട്ടറി നിയമങ്ങൾ അപര്യാപ്തമാകുമ്പോൾ പോലും സമ്പൂർണ്ണ നീതി ഉറപ്പാക്കാൻ സുപ്രീം കോടതിയെ അധികാരപ്പെടുത്തുന്നു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 142 സ്റ്റാറ്റ്യൂട്ടറി നിയമങ്ങൾ അപര്യാപ്തമാകുമ്പോൾ പോലും സമ്പൂർണ്ണ നീതി ഉറപ്പാക്കാൻ സുപ്രീം കോടതിയെ അധികാരപ്പെടുത്തുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതെല്ലാമാണ് ശരി? 2, 3, 4 എന്നിവ ശരിയാണ്. 1947 പ്രധാനമന്ത്രിയുടെ ഓഫീസ് PMO നിലവിൽ വന്നു. 1977 ജൂൺ വരെ ഇത് പ്രധാനമന്ത്രിയുടെ സെക്രട്ടേറിയറ്റ് PMS എന്നറിയപ്പെട്ടു. ഗവൺമെന്റ് തലവൻ എന്ന നിലയിൽ പ്രധാനമന്ത്രിയുടെ മൊത്തത്തിലുള്ള ഉത്തരവാദിത്തങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സഹായിക്കുന്നു. 1947 PMO നിലവിൽ വന്നു. 1977 ജൂൺ വരെ ഇത് പ്രധാനമന്ത്രിയുടെ സെക്രട്ടേറിയറ്റ് എന്നറിയപ്പെട്ടു. ഗവൺമെന്റ് തലവൻ എന്ന നിലയിൽ പ്രധാനമന്ത്രിയുടെ മൊത്തത്തിലുള്ള ഉത്തരവാദിത്തങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സഹായിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഓഫീസ് ഒഴിഞ്ഞുകിടക്കുമ്പോൾ ബാധകമായ വ്യവസ്ഥകൾ പരിഗണിക്കുക.
രാഷ്ട്രപതിയുടെ ഉത്തരവാദിത്വങ്ങളും പ്രവർത്തനങ്ങളും ഉപരാഷ്ട്രപതി ഏറ്റെടുക്കുന്നു. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും ഓഫീസുകൾ ഒഴിഞ്ഞുകിടക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് രാഷ്ട്രപതിയുടെ ചുമതല വഹിക്കുന്നു. ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിന്റെ അഭാവത്തിൽ സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന ജഡ്ജി പുതിയ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതുവരെ രാഷ്ട്രപതിയായി പ്രവർത്തിക്കുന്നു. അത്തരം ഒഴിവുകൾ പരിഹരിക്കുന്നതിനായി പാർലമെന്റ് 1969 പ്രസിഡന്റ് നിയമം പാസാക്കി. മുകളിൽ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് മന്ത്രിസഭയുടെ വലുപ്പം ലോകസഭയുടെയോ സംസ്ഥാന നിയമസഭയുടെയോ മൊത്തം ജനസംഖ്യയുടെ 15% പരിമിതപ്പെടുത്തിയത്? 91-ാം ഭേദഗതി. ഇന്ത്യയിൽ ഇന്റർസ്റ്റേറ്റ് കൗൺസിലിനെ നിയമിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? ഇന്ത്യൻ രാഷ്ട്രപതിക്ക്. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ബാബർ. ഹിമാലയത്തിന്റെ അടിവാരത്തുള്ള ഇടുങ്ങിയ മേഖല, പാറക്കെട്ടുകളും ചരൽക്കല്ലുകളും നിറഞ്ഞ ഭൂപ്രകൃതി. എങ്ങനെയായിരുന്നു 1920 കൊച്ചിൻ റെഗുലേഷൻ 12 1920 മുൻപ് തിരുവിതാംകൂർ നടത്തിയ സമാന പ്രവർത്തികളേക്കാൾ ഒരു പിടി മുന്നിൽ? താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓൺലി 2 ബഹുഭാര്യത്വം നിരോധിച്ചു. ഇനി പറയുന്ന ഓപ്ഷനുകളിൽ ഏതാണ് ചരിത്ര സംഭവങ്ങളുടെ ശരിയായ ക്രമീകരണം നൽകുന്നത്? കൊച്ചിൻ വില്ലുവണ്ടി യാത്ര, സാധുജന പരിപാലന സംഘത്തിന്റെ രൂപീകരണം, കൊച്ചിൻ പുലയ മഹാസഭയുടെ രൂപീകരണം, കല്ലുമാല സമരം. വില്ലുവണ്ടി യാത്ര, സാധുജന പരിപാലന സംഘത്തിന്റെ രൂപീകരണം, കൊച്ചിൻ പുലയ മഹാസഭയുടെ രൂപീകരണം, കല്ലുമാല സമരം. 2016 ആധുനിക ആവർത്തന പട്ടികയിൽ 4 പുതിയ മൂലകങ്ങൾ ചേർക്കപ്പെട്ടു. അങ്ങനെ ആവർത്തന പട്ടികയിലെ 7ാമത്തെ പീരീഡ് പൂർത്തിയായി. താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ നിന്ന് പുതുതായി ചേർത്ത മൂലകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്ത ഒറ്റ മൂലകം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ലിവർമോറിയം. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമത് കളി നിങ്ങളെത്താൻ. കുമാരനാശാന്റെ ഏത് കൃതിയിലെ വരികളാണിത്? ദുരവസ്ഥ. ഓഗസ്റ്റ് 22 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള 40 റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യുക.